എൻ്റെ മൂത്ത മകൻ 2.5 വയസ്സുള്ളപ്പോൾ മരിച്ചു പോയതാണ്. രണ്ടാമത്തെ മകൻ പഠിച്ച് ബാംഗ്ലൂർ എൻജിനീയറിങ്ങിന് പഠിച്ചുകൊണ്ടിരുന്നപ്പം അവന് സ്റ്റഡിയിൽ വീട്ടിൽ വന്ന് മമ്മിയോട് പറഞ്ഞു, പോകാൻ നേരത്തെ മമ്മിയോട് പറഞ്ഞ് ചുള വറുത്ത് വെച്ചോ ഞാനിപ്പോൾ വരുമെന്നും പറഞ്ഞ് കൂട്ടുകാരൻ ഉണ്ടേങ്ങാടിക്ക് പോയി. അവൻ ഉണ്ടേങ്ങാടി പോയി തിരിച്ചു വരുന്ന സമയത്ത് മേരിമാത കോളേജിൻ്റെ ആ മിന്നൽ വെച്ച് ബസ്സുമായിട്ട് കൂട്ടിയിട്ട് ആക്സിഡൻ്റ് ആകുകയും അവന് വല്ലാതെ പരിക്കേൽക്കുകയും ചെയ്തു. പെടലി വട്ടം ഒടിഞ്ഞു പോയി. മാനന്തവാടി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പം ഇനി മുന്നോട്ട് ജീവനില്ല, കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞതാണ്. കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞ് അവിടുന്ന് ഉണ്ണീശോ തന്ന ധൈര്യം വെച്ചിട്ട് ഞാൻ ഇവനെ കൂടി ആംബുലൻസിൽ കയറ്റി കോഴിക്കോടിന് കൊണ്ടുപോകുന്ന വഴി പനവരത്തിനപ്പുറം വെച്ച് ചേട്ടായിമാർ 2 പേരും പറഞ്ഞ ആൾ ഏകദേശം ജീവൻ പോയ ലക്ഷണമാണ്, ഇനി മുന്നോട്ട് പോകണോ എന്ന് ചോദിച്ചു എന്നോട്. അപ്പം ഞാൻ എൻ്റെ ഈശോയോട് പറഞ്ഞു, ഈശോയെ അവന് ജീവനുണ്ടെങ്കിൽ എനിക്കൊരു അടയാളം തരണം നീ എന്ന് പറഞ്ഞു. ആ സമയത്ത് ഇവൻ വല്ലാതെ ഒരു അലറി. അപ്പോൾ അതോടുകൂടി നേരെ കോഴിക്കോട് കൊണ്ടുപോയി മിംസിൽ കൊണ്ടുവന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു 24 മണിക്കൂർ കഴിഞ്ഞ് പറയാമെന്ന് പറഞ്ഞു. 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു 24 മണിക്കൂറും കൂടെ കഴിയണമെന്ന് പറഞ്ഞു. അങ്ങനെ 7 ദിവസം ICU കിടന്നു. 7ാമത്തെ ദിവസം വൈകുന്നേരം ഡോക്ടർ എന്നോട് പറഞ്ഞു ഒരു ഓപ്പറേഷൻ ചെയ്യണം. ഈ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ഒന്നുമില്ല ഒരു സൈഡ് തളർന്നു പോകും, ഇല്ലെങ്കിൽ സംസാരശേഷി നഷ്ടപ്പെട്ടു പോകുമെന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു. എന്താണേലും ചെയ്യാതിരിക്കാൻ പറ്റിയല്ല, ചെയ്തോളാൻ പറഞ്ഞു. ഞാൻ എൻ്റെ ഉണ്ണീശോയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ഉണ്ണീശോയെ നിനക്ക് അസാധ്യമായിട്ട് യാതൊന്നുമില്ല, നിൻ്റെ കരങ്ങളിലാണ് നീ എനിക്ക് തന്ന മകനാണ്, ആ മകൻ്റെ ജീവൻ നിൻ്റെ കരങ്ങളിലാണ് ഇരിക്കുന്നത്, നിൻ്റെ ഇഷ്ടം പോലെ ചെയ്യുക, എനിക്കല്ലാതെ വേറെ ഒന്നും കൂടുതൽ പറയാനില്ല എന്ന് പറഞ്ഞു. അവിടുന്ന് ഡോക്ടർ 4.5 മണിക്കൂർ ഓപ്പറേഷൻ വേണമെന്നും പറഞ്ഞ് കയറ്റിക്കൊണ്ടുപോയതാണ്. കയറ്റിക്കൊണ്ടുപോയി 2.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഇറങ്ങി വന്നു. ഞാൻ ആകെ ഞെട്ടിപ്പോയി. ആൾ മരിച്ചു എന്ന് തന്നെ ഞാൻ തീരുമാനിച്ചു. അപ്പോൾ ഡോക്ടർ എന്നോട് വന്നിട്ട് പറഞ്ഞു, എനിക്ക് എന്താണെന്നൊന്നും എനിക്ക് പറയാൻ പറ്റുന്നില്ല, ഞാൻ ഓപ്പറേഷൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓർത്തു ആൾ അതിന് മുമ്പ് മരിച്ചു കാണും എന്നോർത്ത് എന്നാ പറ്റിയ ഡോക്ടർ എന്ന് ചോദിച്ചു. പറഞ്ഞു അല്ല, അത് ഞാൻ ഓപ്പറേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സമയത്തിന് മുമ്പ് അവിടെ ഓപ്പറേഷൻ ഓരോന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ കൈ ഞാൻ അറിയാതെ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എത്രയും പെട്ടെന്ന് തീരുകയും ചെയ്തു. കൊച്ചിന് ഈ ഞാൻ പറഞ്ഞ ഒരു സൈഡ് തളർച്ചയോ ഇതില്ലാതെ വരുമോ സംസാരശേഷി നഷ്ടപ്പെടുകയോ ഒന്നുമില്ലയെന്ന് ഡോക്ടർ എന്നോട് ഇറങ്ങി വന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഉണ്ണീശോയോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം സഹോദരങ്ങളും എല്ലാം അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. നടവയിലെ സിസ്റ്റേഴ്സ് എല്ലാവരും അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു കുഴപ്പവും കൂടാതെ ആ മകന് ഇപ്പം നല്ല സന്തോഷത്തോടു കൂടി കുടുംബജീവിതം നയിക്കുന്നുണ്ട്. 2 മക്കളും ഉണ്ട് അവന് സന്തോഷത്തോടെ ദൈവം എൻ്റെ കാര്യങ്ങളിലേക്ക് വീണ്ടും തിരിച്ചു വന്ന് ദൈവത്തിന് 1000 നന്ദി, പരിശുദ്ധ അമ്മയ്ക്കും ഒത്തിരി നന്ദി ഞാൻ പറയുന്നു. മകൻ്റെ കഴുത്തിന് 75,000 രൂപയുടെ ഒരു കമ്പി ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അവന് ഓപ്പറേഷൻ ചെയ്യാൻ നേരത്ത്. അന്നേരം എല്ലാ ദിവസവും ഞാൻ കുർബാനയ്ക്ക് പോയിട്ട് രാവിലെ എടുത്ത് ഇങ്ങനെ കരഞ്ഞു കൊന്തയും ചൊല്ലി ഇവിടുന്ന് അങ്ങ് പോകുമായിരുന്നു. അന്നേരം ഈ മകനെ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഈ കമ്പിയിലാണല്ലോ എൻ്റെ മകൻ്റെ ജീവിതം കിടക്കുന്നതെന്ന് ഓർത്ത് ഞാനിങ്ങനെ ഒത്തിരി വിഷമിച്ച് സങ്കടത്തോടെ നടക്കുമായിരുന്നു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പം ഇവന് ഭയങ്കര വേദനയാണെന്ന് പറഞ്ഞു കഴുത്തിന്. അത് കഴിഞ്ഞിട്ട് കൊച്ചിനെ ആ കമ്പിയൊക്കെ ഇട്ടെൻ്റെ ആയിരിക്കും കൂട്ടിന് വേദന എടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ വെറുതെ തപ്പി നോക്കുമ്പം ഇത് ഈ കമ്പിയെല്ലാം കൂടെ കൂടി ഇങ്ങനെ പുറത്ത് തൊലിയുടെ പുറമേ വന്ന് തള്ളിങ്ങനെ നിൽക്കുന്ന കണ്ടു. അത് കഴിഞ്ഞിങ്ങനെ നോക്കുമ്പം അത് കഴിഞ്ഞ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കോഴിക്കോട് തന്നെ തിരിച്ചു കൊണ്ടുപോയി ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ കമ്പി തൊലിയുടെ പുറമേ നിസാരമായിട്ട് ഡോക്ടർ ഇങ്ങോട്ട് എടുത്ത് ഞങ്ങളുടെ കൈ തരുകയൊന്നും ചെയ്തത്. നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും നമുക്ക് ഉണ്ണീശോയോട് എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും നമുക്കത് സാധിച്ചു കിട്ടും എന്നുള്ള കാര്യം നല്ല വിശ്വാസത്തോടെ ഞാൻ പ്രാർത്ഥിക്കുന്നത്. എല്ലാവരോടും അതാണ് ഞാൻ പറയുന്നത്, നമുക്ക് പ്രാർത്ഥിച്ചാൽ മതി. എൻ്റെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഉണ്ണീശോ എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട്. ഉണ്ണീശോയ്ക്ക് 1000 നന്ദി പറയുന്നു.